ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഏകാദശോധ്യായം. ഇതിലെ 29ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥേകാദശോധ്യായഃ. മൈത്രേയ ഉവാച നിശമ്യഗദതാമേവ മൃഷീണാം ധനുഷി ധ്രുവഃ സന്ദധേ അസ്ത്രമുപസ്പൃശ്യ യന്നാരായണ നിർമ്മിതം സന്ധീയമാനേ തസ്മിൻ മായാഗുഹ്യകനിർമ്മിതാ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശാജ്ഞാനോദയേ യഥാ തസ്യാ ശാസ്ത്രം ധനുഷി പ്രയുഞ്ജത സുവർണ പുങ്ഖാഃ കളഹംസവാസസഃ വിനിസൃതാ ആവിവിശുർദ്വിഷദ്ബലം യഥാ വനം ഭീമരവാः ശിഖണ്ഡിനഃ തൈസ്തിഗ്മധാരൈഃ പ്രധനേ ശിലീമുഖൈരിതസ്തത പുണ്യജനാ ഉപദ്രുതാः തമഭ്യധാവൻ കുപിതാ ഉദായുധാः സുപർണമുന്നത് ഫണാ ഇവാഹയഃ സതാൻ പൃഷക്തൈരഭിധാവതോ മൃധേ നിഗൃത്തബാഹൂരുശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യയമൂർധ്വരേതസഃ താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസശ്ചിത്രരഥേന ഭൂരിശ ഔത്താനപാദിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗതഃ സഹർഷിഭിः മനുരുവാച അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന യേന പുണ്യജനാനേതാനവധീസ്ത്വമനാഗസഃ നാസ്മത് കുലോചിതം താത കർമ്മൈതത്സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ ഹൃദൈനസാം നന്വേഗസ്യാപരാധേന പ്രസംഗാത് ബഹവോ ഹതാഃ ഭ്രാതൃവധാഭിതപ്തേന ത്വയാം ഗഭ്രാതൃവത്സല നായം മാർഗോ ഹി സാധൂനാം ഋഷീകേശാനുവർത്തിനം യദാത്മാനം പരാഗൃഹ്യ പശുവദ്ഭൂതവൈശസം സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപതുരാരാധ്യം വിഷ്ണോസ്തൽപരമം പദം സത്വം ഹരേരനുധ്യാതസ്തൽപുംസാമപി സമ്മതഃ കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സതാം വ്രതം തിദിക്ഷയാ കരുണയാ മൈത്ര്യാ ച അഖിലജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി സംപ്രസന്നേ ഭഗവതി പുരുഷപ്രാകൃതൈർഗുണൈഃ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മ നിർവാണമൃച്ഛതി ഭൂതൈഃ പഞ്ചഭിരാരബ്ധൈർയോഷിത് പുരുഷ ഏവ ഹി തയോർവ്യവായാത് സംഭൂതിർയോഷിത് പുരുഷയോരിഹ ഏവം പ്രവർത്തതേ സർഗ സ്ഥിതി സംയമ ഏവ ച ഗുണവ്യതികരാദ് രാജൻ മായയാ പരമാത്മനഃ നിമിത്തമാത്രം തത്രാസീൻ നിർഗുണപുരുഷർഷഭഃ വ്യക്താവ്യക്തമിദം വിശ്വം യത്ര ഭ്രമതി ലോകവത് സഖൽവിദം ഭഗവാൻ കാലശക്തിയാ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ കരോത്യകർത്തൈവ നിഹന്ത്യഹന്താ ചേഷ്ടാ വിഭൂം ന ഖലു ദുർവിഭാവ്യാം സോനന്ദോന്ദകരകാലോ ആദിരാദികൃതവ്യയഃ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം ന വൈ സ്വപക്ഷോസ്യ വിപക്ഷ ഏവ വാ പരസ്യ മൃത്യോർവിശദഃ സമം പ്രജാഃ തം ധാവമാനം അനുധാവന്ത്യനീശാ യഥാ രജാംസ്യനിലം ഭൂതസംഘാഃ ആയുഷോപചയം ജന്തോസ്തഥൈവോപചയം വിഭു ഉഭാഭ്യാം രഹിത സ്വസ്ഥോ ദുസ്ഥസ്യ വിദധാത്യസൗ കേചിൽ കർമ്മ വദന്ത്യേനം സ്വഭാവം അപരേ നൃപ ഏകേ കാലം പരേ ദൈവം പുംസക്കാമമുതാപരേ അവ്യക്തസ്യ പ്രമേയസ്യ നാനാശക്ത്യുദയസ്യ ച ന വൈ ചികീർഷിതം താദാ കോ വേദാഥ സ്വസംഭവം ന ചൈതേ പുത്രകഭ്രാതൃഹന്താരോ ധനദാനുഗാഃ വിസർഗാദാനയോസ്താദാ പുംസോ ദൈവം ഹി കാരണം സ ഏവ വിശ്വം സൃജതി സ ഏവാവതി ഹന്തി ച അഥാപി ഹ്യനഹംകാരാൻ നാജ്യത്തെ ഗുണകർമ്മഭിഃ ഏഷ ഭൂതാനി ഭൂതാത്മാ ഭൂതേശോ ഭൂതഭാവന സ്വശക്തിയാ മായയാ യുക്ത സൃജത്യവ്തി
च पाति च तमेव मृत्युममृतं ताददैवं सर्वात्मनो वेहि जगल्परायणं यस्मै बलिं विश्वसृजो हरन्ति गावो यथा वैनसि दामयन्द्रिताः यपञ्चवर्षो जननीं त्वं विहाय मातुस्सपत्न्या वजसा भिन्नमर्मा वनं गतस्तपसा प्रत्यगक्षम् आरध्यलेभे मूर्धनि पदं त्रिलोक्याः तमेन मङ्गात्मनि मुक्तविग्रहे व्यपाश्रितं निर्गुणमेकमक्षरम् आत्मानमन्विच्छ विमुक्तमात्मदृक् यस्मिन्निदं भेदमसत्प्रतीयते. ഈ 30ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത്. ത്വം പ്രത്യഗാത്മനി തദാ ഭഗവത്യനന്ദ ആനന്ദമാത്ര ഉപപന്ന സമസ്ത ശക്തൗ ഭക്തിം വിധായ പരമാം ശനകൈര അവിദ്യാ ഗ്രന്ഥിം ബിഭേത്സ്യസി മമാഹമിതി പ്രരൂഢം ത്വം പ്രത്യഗാത്മനി തദാ ഭഗവത്യനന്ദ ആനന്ദമാത്ര ഉപപന്ന സമസ്തശക്തൗ ഭക്തിം വിധായ പരമം ശനകൈരവിദ്യാഗ്രന്ഥിം ബിഭേത്സ്യസി മമാഹമിതി പ്രരൂഢം. അപ്പോൾ അന്തം ഇല്ലാത്തവനും അതുപോലെ ആനന്ദസ്വരൂപനും എല്ലാ ശക്തിയുള്ളവനും അതുപോലെ ചരാചരാത്മാവുമായിരിക്കുന്ന ആ ഭഗവാങ്കൽ ആ പരമമായിരിക്കുന്ന ഭക്തിയെ പ്രയോഗിച്ച് ഞാൻ എന്നും എൻ്റേതും എന്നുള്ള ആ വേരുറച്ച അജ്ഞാനഗ്രന്ഥിയെ സാവധാനം അത് ഭേദിക്കും. ത്വം പ്രത്യഗാത്മനി തദാ ഭഗവത്യനന്ദ. അപ്പോൾ ആ അന്തമില്ലാത്തവനും ആനന്ദരൂപനും അതുപോലെ എല്ലാ ശക്തികളുള്ളവനും ഉപപന്ന സമസ്ത ശക്തവും എല്ലാ ശക്തികളുള്ളവനും പ്രത്യേകാത്മനി ചരാചരാത്മാവും ആയിരിക്കുന്ന ഭഗവതി ആ ഭഗവാങ്കൽ പരമമായിരിക്കുന്ന ഭക്തിയെ പ്രയോഗിച്ചിട്ട് അഹം മമേതി ഒക്കെയുള്ള ഞാൻ എന്നും എൻ്റേതും എന്നൊക്കെയുള്ള ആ പ്രരൂഢം വേരുറച്ചിരിക്കുന്ന ആ ജ്ഞാനഗ്രന്ഥിയെ സാവധാനം ബിഭേത്സ്യസി ഭേദിക്കും. ഇത് പദങ്ങൾ നോക്കാം നമുക്ക്. തദാ അപ്പോൾ ത്വം നീ അനന്തേ അന്തമില്ലാത്തവനും ആനന്ദമാത്രേ ആനന്ദരൂപനും ഉപപന്ന സമസ്ത ശക്തൗ എല്ലാ ശക്തികളുള്ളവനും പ്രത്യേകാത്മനി ചരാചരാത്മാവും ആയ ഭഗവതി ആ ഭഗവാങ്കൽ പരമമായ ഭക്തിയെ വിധായ പ്രയോഗിച്ച് മമ അഹം ഇതി ഞാൻ എന്നും എൻ്റേതെന്നും ഉള്ള പ്രരൂഢം വേരുറച്ച അവിദ്യാഗ്രന്ഥിം അജ്ഞാനഗ്രന്ഥിയെ ശനകൈഹി സാവധാനം ബിഭേത്സ്യസി ഭേദിക്കും. ഒന്നും കൂടി പറയാം. തദാ അപ്പോൾ ത്വം നീ അനന്തേ അന്തമില്ലാത്തവനും ആനന്ദമാത്രേ ആനന്ദസ്വരൂപനും ഉപപന്ന സമസ്ത ശക്തൗ എല്ലാ ശക്തികൾ ഉള്ളവനും പ്രത്യേകാത്മനി ചരാചരാത്മാവും ആയ ഭഗവതി ആ ഭഗവാങ്കൽ പരമമായ ഭക്തിയെ വിധായ പ്രയോഗിച്ച് മമ അഹം ഇതി ഞാൻ എന്നും എൻ്റേതെന്നും ഉള്ള പ്രരൂഢം വേരുറച്ച അവിദ്യാഗ്രന്ഥിം അജ്ഞാനഗ്രന്ഥിയെ ശനകൈഹി സാവധാനം ബിഭേത്സ്യസി ഭേദിക്കും. തന്വയം വന്നിട്ട് തദാ ത്വം ആനന്ദമാത്രേ ഉപപന്ന സമസ്ത ശക്തൗ പ്രത്യേകാത്മനി ഭഗവതി പരമാം ഭക്തിം വിധായ മമ അഹം ഇതി പ്രരൂഢം അവിദ്യാഗ്രന്ഥിം ശനകൈഹി ബിഭേത്സ്യസി. എന്നും കൂടി പറയാം. തദാ ത്വം അനന്തേ ആനന്ദമാത്രേ ഉപപന്ന സമസ്ത ശക്തൗ പ്രത്യേകാത്മനി ഭഗവതി പരമാം ഭക്തിം വിധായ മമ അഹം ഇതി പ്രരൂഢം അവിദ്യാഗ്രന്ഥിം ശനകൈഹി ബിഭേത്സ്യസി. അതായത് അപ്പോൾ ആ അന്തമില്ലാത്തവനും ആനന്ദരൂപനും എല്ലാ ശക്തികൾ ഉള്ളവനും ചരാചരാത്മാവുമായിരിക്കുന്ന ഭഗവാങ്കൽ പരമമായിരിക്കുന്ന ഭക്തിയെ പ്രയോഗിച്ച് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ വേരുറച്ച അജ്ഞാനഗ്രന്ഥിയെ സാവധാനം ഭേദിക്കും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നോക്കാം നമ്മൾക്ക്.
ആ പ്രത്യേകാത്മാവും ഭഗവാനും അനന്തനും ആനന്ദസ്വരൂപിയും സർവശക്തികൾക്കും ആധാരവുമായിരിക്കുന്ന ഇന്ദ്രവടിയെ ഭക്തിയോടെ ഉപാസിക്കൂ. അപ്പോൾ ആ ഭഗവാനിൽ രൂഢമായിരിക്കുന്ന ആ മമതാബന്ധം മായാഹേതുവായിട്ടാണ്. ഭഗവത് ഉപാസന കൊണ്ട് ക്രമേണ അത് വിട്ട് മാറി ആ അവിദ്യാബന്ധം വിച്ഛേദിക്കപ്പെടും എന്നാണ്. അല്ലയോ രാജൻ, അങ്ങയ്ക്ക് മംഗളം വരട്ടെ. ഇതപ്പോൾ ആ പ്രത്യേകാത്മാവും ഭഗവാനും അനന്തനും, ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ പറഞ്ഞുതരാം. സർവപ്രത്യേകാത്മാവും ആ ദേശകാല പരിച്ഛേദരഹിതനും കേവലാനന്ദ സ്വരൂപനും സർവശക്തനും ആയിരിക്കുന്ന ഭഗവാനിൽ പരമമായിരിക്കുന്ന ഭക്തി പ്രാപിച്ച് ആ ശരീരാദികളിൽ ഞാനെന്നും എൻ്റേതും ഒക്കെയുള്ള ആ അഹങ്കാരഗ്രന്ഥി അങ്ങ് ഭേദിക്കൂ ഉള്ളതാണ് ആ ധ്രുവനോട് പറഞ്ഞു കൊടുക്കുന്നത്. ശരീരത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വരൻ തന്നെ അന്വേഷിച്ചറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞതിൽ ആ പരമാത്മാവ് തന്നെ പരമാർത്ഥ വസ്തു എന്നുള്ള ഉറപ്പോടുകൂടി ദൃശ്യമായിരിക്കുന്ന ആ സർവത്തിലും അദൃശ്യനായിരിക്കുന്ന ആ പരമാത്മാവിനെ സൂക്ഷ്മദർശന സമർത്ഥമായിരിക്കുന്ന ആ ബുദ്ധി കൊണ്ട് കാണുക. ഈശ്വരൻ സ്ഥൂലദൃഷ്ടിക്ക് വിഷയം അല്ല. എന്തുകൊണ്ടെന്നാൽ പ്രാകൃത ഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്നു. നിർഗുണനും ഒരുവിധമായിരിക്കുന്ന ഭേദവും നാശവും ഇല്ലാതിരിക്കുന്നവനും ആകുന്നു. അസത്തായിരിക്കുന്ന ഈ നാനാത്വം സർവാധിഷ്ഠം ആയിരിക്കുന്ന അവനെ അറിയാത്തതുകൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നതാകുന്നു. അപ്പോൾ പത്തൊന്ന് ഇവിടെ ആ ഭഗവാന്റെ പ്രസാദ നിമിത്തം ദുർലഭമായിരിക്കുന്ന സ്ഥാനം നിനക്ക് സിദ്ധിച്ചിരിക്കുന്നുവോ അവനെ മറന്നതാണ് അനർത്ഥകാരണം. ഉടനെ ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുകയെന്ന് ഉപദേശിക്കുന്നു. 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നീ അമ്മയുടെ സപത്നിയായിരിക്കുന്ന സുരുചിയുടെ വാക്കിനാൽ ഹൃദയത്തിൽ മുറിവ് തട്ടിയ സമയത്ത് അമ്മയെ ഗൃഹത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് വനത്തിൽ ഗമിക്കുകയും സർവേന്ദ്രിയങ്ങളെയും അവയുടെ വ്യാപാരത്തിൽ പ്രവർത്തിക്കുന്ന സർവാന്തര്യാമിയെ തപസ്സുകൊണ്ട് ആരാധിച്ച് പ്രത്യക്ഷനാക്കിയിട്ട് ത്രിലോകങ്ങളുടെയും ഉപരിഷ്ഠാനം ആയിരിക്കുന്ന സ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ അതാണ് പഞ്ചവർഷ. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഭിന്നമായി ഇരിക്കുന്ന ആ ആത്മാവിൽ അവ സ്ഥിതി ചെയ്യുന്ന ആ ഈശ്വരനെ തന്നെ അന്വേഷിച്ചറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് ലോകത്തിൽ കാണപ്പെടുന്ന സകല ഐശ്വര്യത്തിൻ്റെയും മൂലസ്വരൂപം ഭഗവാനാകുന്നു. ദേശകാലാദി നിമിത്തമുള്ള പരിച്ഛേദം ഭഗവാനിൽ ഇരിക്കുന്നില്ല. എല്ലാവരിലും അനുഭവരൂപേണ വിളങ്ങുന്ന ആനന്ദത്തിൻ്റെ സമഷ്ടി സ്വരൂപൻ ആ ഭഗവാനാകുന്നു. അവിദ്യാശക്തിയും വിദ്യാശക്തിയും അന്യോന്യ വിരോധം കൂടാതെ ആ ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്രകാരം ഇരിക്കുന്ന ആ പരമാത്മാവിൽ പരമോത്കൃഷ്ടമായിരിക്കുന്ന പ്രേമത്തെ എപ്പോഴും ഉറപ്പിക്കുക. ആ ഭക്തിയെ ഉറപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ബഹുജന്മങ്ങളുടെ ആവർത്തനത്താൽ ബലം ഉറപ്പിച്ചിരിക്കുന്ന എൻ്റേതെന്നും ഞാനെന്നും ഉള്ള ആ അഭിമാനരൂപമായിരിക്കുന്ന അവിദ്യാബന്ധനത്തിൽ നിന്ന് നീ ക്രമത്തിൽ മുക്തനാകും. അനർത്ഥ നിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കും ഭഗവത് ഭക്തി തന്നെ അപായരഹിതമായിരിക്കുന്ന ഉപായം എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങളായിരിക്കുന്ന സകലവിധ ശ്രേയസ്സുകളുടെയും പരമവിരോധിയായിരിക്കുന്ന ഈ ക്രോധത്തെ ശാസ്ത്രാഭ്യാസ നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന അറിവിനെ ആശ്രയിച്ചിട്ട് ഔഷധ സേവ കൊണ്ട് രോഗത്തെ എന്ന പോലെ അകറ്റുക. രാജൻ,
എന്നാൽ അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് വ്യാഖ്യാനത്തിൽ അവിടെ എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കും തമേവ മനസ്സി സ്ഥിതം പരമാത്മാനപ്പം ആ പരമാത്മാവിനെ ആലോചിക്കാൻ പറ്റും. തസ്മിൻ അനന്തേ അനന്തനായിരിക്കുന്ന ഭഗവതി ഭഗവാനിൽ ഭക്തിയും, അതുകൊണ്ട് അനന്തനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തിയും വിധായ ഭക്തി ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വിധായ ആവിദ്യാഗ്രന്ഥിയും അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിദ്യയാകുന്ന ഗ്രന്ഥിയെ വിഭേദ്സ്യസി അത് ഭേദിക്കണം. തമേവ മനസ്സി സ്ഥിതം പരമാത്മാനം വിലോക്യ തസ്മിൻ അനന്തേ ഭഗവതി ഭക്തിം വിധായ ആവിദ്യാഗ്രന്ഥിം ബിഭേത്സ്യസി. എന്നും കൂടി പറയാം. പരമാത്മാവിനെ തന്നെ വിചാരിക്കണം എന്ന് പറഞ്ഞു. പരമാത്മാവിൽ ഇനി ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു. തസ്മിൻ അനന്തേ അനന്തനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തിം വിധായ ഭക്തി ഉണ്ടായിട്ട് അവിദ്യാഗ്രന്ഥിയെ വിഭേത്സ്യസി. എന്താണ് അവിദ്യാഗ്രന്ഥി? താനെന്നും തൻ്റേതെന്നും ഞാനെന്നും എൻ്റേതെന്നും ഒക്കെയുള്ള ആ ഭാവം, രൂഢമായിരിക്കുന്ന അഹം മമേതി ആ ഭാവങ്ങൾ, ഭാവബന്ധനങ്ങൾ അതിനെ ഇല്ലാതെയാക്കണം എന്നുണ്ടെങ്കിൽ ആ വിദ്യാഗ്രന്ഥി നശിക്കണം എന്നുണ്ടെങ്കിൽ ആ ത്രിലോകാത്മാവായിരിക്കുന്ന ഭഗവാനിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തിയുടെ ഭാവം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അത് ഉണ്ടാക്കൂ എന്നാണ് ധ്രുവനോട് അവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. 31 ശ്ലോകം. സംയച്ഛരോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാ രാജന്നഗദേന യഥാമയം അയൻ രാജന്നഗദേന യഥാമയം കൂടി പറയാം. സംയച്ഛരോഷം ഭദ്രം തേ, അതുകൊണ്ട് ക്രോധമില്ലാണ്ടാക്കണം. സംയച്ഛ ക്രോധമില്ലാണ്ടാക്കണം. രോഷം ഭദ്രം തേ, ഈ അവിദ്യ ഗ്രന്ഥിയിൽ പെട്ടതാണ് അതൊക്കെ. ഭക്തി ഉണ്ടാക്കിയിട്ട് ഞാനെന്നും എൻ്റേതുമെന്നുള്ള ആ ഭേദബുദ്ധിയൊക്കെ ഒഴിവാക്കണം. അതിനുശേഷം ആ സംയച്ഛ രോഷം, ആ രോഷത്തെ ക്രോധത്തെ ഇല്ലാതെയാക്കണം. ഭദ്രം തേ പ്രദീപം ശ്രേയസാ പരം ശ്രുതേന ഭൂയസാം രാജന്നഗദേന യഥാമയം. ലിയോ രാജാവേ, ആ മരുന്നുകൊണ്ട് രോഗത്തെ എന്ന വണ്ണം, മരുന്നുകൊണ്ട് രോഗത്തെ എന്ന വണ്ണം ശ്രേയസ്സുകളുടെ ആ പ്രബലനായിരിക്കുന്ന ശത്രുവായ ആ ക്രോധത്തെ, ശ്രേയസ്സുകളുടെ പ്രബലനായിരിക്കുന്ന ശത്രുവാണ് രോഷം. ആ രോഷത്തെ, ക്രോധത്തെ വലുതായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് അതിനെ നിയന്ത്രിച്ചിട്ട് നിനക്ക് മംഗളം വരട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സംയച്ഛ രോഷം ഭദ്രം തേ പ്രദീപം ശ്രേയസാം പരം ശ്രുതേന ഭൂയസാം രാജൻ അഗദേന യഥാമയം. ഇതിലത്തെ പദങ്ങൾ ഹേ രാജൻ, അല്ലയോ രാജാവേ, അഗദേന മരുന്നുകൊണ്ട്, ആമയം യഥാമയം, അഗദേന യഥാമയം എന്ന് പറയുന്നുണ്ട് അവിടെ. ആമയം യഥാ രോഗത്തെ എന്ന വണ്ണം, മരുന്നുകൊണ്ട് രോഗത്തെ എന്ന വണ്ണം, ശ്രേയസ്സുകൊണ്ട്, ശ്രേയസാം പരം ശ്രുതേന, ശ്രേയസ്സുകൊണ്ട് ആ പ്രബലനായിരിക്കുന്ന ശത്രുവായിരിക്കുന്ന ക്രോധത്തെ വലുതായ ജ്ഞാനം കൊണ്ട്, പ്രദീപം ശ്രുതേന ഭൂയസാം, ശ്രുതേന ജ്ഞാനത്താൽ അതിനെ നിയന്ത്രിച്ചിട്ട് അങ്ങക്ക് മംഗളം വരട്ടെ എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയുന്നത് പദങ്ങൾ. ഹേ രാജൻ, അല്ലയോ രാജാവേ, അഗദേന മരുന്നുകൊണ്ട്, ആമയം യഥാ രോഗത്തെ എന്ന വണ്ണം, ശ്രേയസാം ശ്രേയസ്സുകളുടെ, പരം പ്രബലനായ, പ്രദീപം ശത്രുവായിരിക്കുന്ന, രോഷം ക്രോധത്തെ, ഭൂയസ വലുതായ, ശ്രുതേന ജ്ഞാനത്താൽ, സംയച്ഛ നിയന്ത്രിച്ചാലും, തേ ഭദ്രം നിനക്ക് നന്മ വരും എന്നുകൂടി പറയാം. ഹേ രാജൻ, അല്ലയോ രാജാവേ, അഗദേന മരുന്നുകൊണ്ട്, ആമയം യഥാ രോഗത്തെ എന്ന വണ്ണം, ശ്രേയസാം ശ്രേയസ്സുകളുടെ, പരം പ്രബലനായിരിക്കുന്ന, പ്രദീപം ശത്രുവായിരിക്കുന്ന രോഷം ആ ക്രോധത്തെ, ഭൂയസ ആ വലുതായിരിക്കുന്ന, ശ്രുതേന ആ ജ്ഞാനത്താൽ, സംയച്ഛ നിയന്ത്രിച്ചാലും, തേ ഭദ്രം നിനക്ക് നന്മ വരും, അതുകൊണ്ട് നിനക്ക് നന്മ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹേ രാജൻ,
അഗതേന യഥാ ആമയം അഗതേന ആമയം യഥാ ശ്രേയസാം പ്രതീപം രോഷം ഭൂയസാ ശ്രുതേന സംയച്ഛ തേ ഭദ്രം. അപ്പോൾ ഒന്നുകൂടി പറയാൽ തന്വയം. ഹേ രാജൻ, അഗതേന ആമയം യഥാ ശ്രേയസാം പരം പ്രതീപം രോഷം ഭൂയസാ ശ്രുതേന സംയച്ഛ തേ ഭദ്രം. അല്ലയോ രാജാവേ, മരുന്നുകൊണ്ട് ആ രോഗത്തെ എന്ന വണ്ണം ആ ശ്രേയസ്സുകളുടെ പ്രബലനായ ആ ശത്രുവായിരിക്കുന്ന ക്രോധത്തെ വലുതായിരിക്കുന്ന ജ്ഞാനത്താൽ നിയന്ത്രിച്ചാലും നിനക്ക് നന്മ വരും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. സർവശ്രേയസ്സുകൾക്കും ശത്രുവായിരിക്കുന്ന കോപത്തെ ദിവ്യൌഷധം കൊണ്ട് രോഗത്തെ എന്ന പോലെ ആ നിരന്തരമായിരിക്കുന്ന തത്വശ്രവണത്താൽ നീ നിയന്ത്രിക്കുക എന്നാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇതിൽ അവസാനം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? അപ്പോൾ ബഹുജന്മങ്ങളുടെ ആവർത്തനത്താൽ ബലമുറപ്പിച്ചിരിക്കുന്ന എൻ്റേതെന്നും ഞാനെന്നുമുള്ള അഭിമാനരൂപമായിരിക്കുന്ന അവിദ്യാബന്ധത്തിൽ നിന്നും ക്രമത്തിൽ മുക്തനാകും. പിന്നെ അനർത്ഥ നിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കും ഭഗവത് ഭക്തി തന്നെ അപായരഹിതമായ ഉപായമെന്ന് ഉപദേശിച്ചു. ധർമാർത്ഥ കാമമോക്ഷങ്ങളായിരിക്കുന്ന സകലവിധ ശ്രേയസ്സുകളുടെയും പരമവിരോധിയായിരിക്കണ ഈ ക്രോധത്തെ ശാസ്ത്രാഭ്യാസം നിമിത്തം സിദ്ധിച്ചിരിക്കുന്ന അറിവിനെ ആശ്രയിച്ചിട്ട് ഔഷധ സേവ കൊണ്ട് എന്ന പോലെ അകറ്റുക. ഹേ രാജൻ, എന്നാൽ അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ നമുക്ക് നോക്കാം. തമേവ മനസി സ്ഥിതം പരമാത്മാനം വിലോക്യ തസ്മിൻ അനന്തേ ഭഗവതി ഭക്തിം വിധായ വിദ്യാഗ്രന്ഥിം വിഭേത്സ്യസി. ഹേ ധ്രുവ, ശ്രേയസം ഘാതകരം, ശ്രേയസ്സിനെ ഇല്ലാതെയാക്കുന്ന ക്രോധം, ശ്രേയസാം ഘാതകരം ക്രോധം വിദ്യയാ നിയച്ച, വിദ്യ കൊണ്ട് നിയന്ത്രിച്ചിട്ട് ഔഷധേന യഥാരോഗം, ഔഷധം കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കുന്ന പോലെ നീ ആ ഭക്തി കൊണ്ട് നിൻ്റേതായിരിക്കുന്ന അവിദ്യയെ നീ നിയന്ത്രിക്കണം. ശ്രേയസാം ഘാതകരം ക്രോധം വിദ്യയാ നിയച്ച ഔഷധേന യഥാരോഗം. ശ്രേയസാം ഘാതകരം ക്രോധം വിദ്യയാ, ശ്രേയസ്സുകളുടെ ശ്രേയസ്സുകളെ ഘാതകരം, അതിനെ ഇല്ലാതെയാക്കണ ക്രോധത്തെ വിദ്യയാ നിയച്ച, വിദ്യയാകുന്ന അതുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ഔഷധേന യഥാരോഗം, ഔഷധം കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രിക്കണം. ശ്രേയസാം ഘാതകരം ക്രോധം വിദ്യയാ നിയച്ച ഔഷധേന യഥാ രോഗം എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. യേനോപസ്പൃഷ്ടാൽ പുരുഷാൽ ലോക ഉദ്വിജതേ ഭൃശം. 32 ന ബുധസ്തദ്വശം ഗച്ഛേദിച്ഛൻ അഭയമാത്മനഃ. യേനോപസൃഷ്ടാത് പുരുഷാത് ലോക ഉദ്വിജതേ ഭൃശം ന ബുധസ്തദ്വശം ഗച്ഛേദിച്ഛൻ അഭയമാത്മനഃ. യാതൊന്നാൽ ആ കോപത്താൽ സ്വാധീനിക്കപ്പെട്ട ആ മനുഷ്യനിൽ നിന്ന് ആ ലോകം വല്ലാതെ ഭയപ്പെടുന്നു. ക്രോധം ഉള്ളവരിൽ നിന്നും ആ ലോകം വളരെയധികം ഭയപ്പെടുന്നു. തനിക്ക് ആ ശ്രേയസ് കാക്ഷിക്കുന്ന ആ വിവേകി, അപ്പോൾ ആ ക്രോധത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നർത്ഥം, തനിക്ക് ശ്രേയസിനെ കാക്ഷിക്കുന്ന ആ വിവേകി അതിന് അടിമപ്പെടരുത്, ക്രോധത്തിന് അടിമപ്പെടരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് യേനോപസ്പൃഷ്ടാത് പുരുഷാത് ലോക ഉദ്വിജതേ ഭൃശ ന ബുധസ്തദ്വശം ഗച്ഛേദിച്ഛൻ അഭയമാത്മനഃ. അതിലത്തെ പദങ്ങൾ നോക്കാം. യേന യാതൊന്നാൽ, യാതൊരു കോപത്താൽ എന്നർത്ഥം. യേന യാതൊരു കോപത്താൽ, ഉപസൃഷ്ടാൽ സ്വാധീനിക്കപ്പെട്ട, പുരുഷാൽ ആ മനുഷ്യനിൽ നിന്ന്, ക്രോധം കൊണ്ട് സ്വാധീനിക്കപ്പെട്ട പുരുഷനിൽ നിന്ന്, ലോകം ഭൃശം ലോകം വല്ലാതെ, ഉദ്വിജത്തെ ഭയപ്പെടുന്നു. ക്രോധമുള്ള ആൾക്കാരെ ലോകത്തിന് പോലും ഭയമാണ്. ആത്മനഃ തനിക്ക് അഭയം, ശ്രേയസ് ഇച്ഛ കാക്ഷിക്കുന്ന വിവേകി, ബുധഃ തനിക്ക് അഭയം കാക്ഷിക്കുന്ന വിവേകി, ശ്രേയസ് കാക്ഷിക്കുന്ന വിവേകി എന്നർത്ഥം.
അപ്പോൾ ആത്മനഃ തനിക്ക് അഭയം ശ്രേയസ് കാക്ഷിക്കുന്ന ബുധഃ വിവേകി തദ്വശം ന ഗച്ഛേത് അതിന് അടിമപ്പെടരുത് അതാണ് പറഞ്ഞത്. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് യേന ഉപസൃഷ്ടാൽ പുരുഷാത് ലോകഃ ഭൃശം ഉദ്വിജത്തെ ആത്മനഃ അഭയം ഇച്ഛൻ ബുധഃ തദ്വശം ന ഗച്ഛേത് തദ്വശം ന ഗച്ഛേത്. ഒന്നുകൂടി പറയാം. യേന ഉപസൃഷ്ടാത് പുരുഷാത് ലോകഃ ഭൃശം ഉദ്വിജത്തെ ആത്മനഃ അഭയം ഇച്ഛൻ ബുധഃ തദ്വശം ന ഗച്ഛേത്. യാതൊരു കോപത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ട് ആ മനുഷ്യനിൽ നിന്നും ആ ലോകം വല്ലാതെ അങ്ങനെയുള്ള മനുഷ്യർ ഭയപ്പെടുന്നു. തനിക്ക് ശ്രേയസ് ഇച്ഛിക്കുന്ന ആ വിവേകിയായിരിക്കുന്ന പുരുഷൻ ആ ക്രോധത്തിന് ഒരിക്കലും അടിമപ്പെടരുത്. അതാണ് ഇവിടെ പറയുന്നത്. കോപത്താൽ വ്യാപ്തനായ വ്യക്തിയിൽ നിന്ന് ലോകം ഭയപ്പെടുന്നു. ആത്മാവിന് ക്ഷേമം ആഗ്രഹിക്കുന്ന വിവേകി ഒരിക്കലും ആ കോപത്തിന് അടിമപ്പെടില്ല. യാതൊരു രോഷത്താൽ വ്യാപ്തനായിരിക്കുന്ന പുരുഷനിൽ നിന്നും സകല പ്രാണിവർഗവും ഏറ്റവും ഭയപ്പെടുന്നുവോ തനിക്ക് ഭയം നേരിടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അറിവുള്ള പുരുഷൻ അന്യാധീനൻ ആയിട്ട് ഭവിക്കരുത്. സർവ്വലോകഭയത്തിന് കാരണഭൂതനായി ഭവിച്ച ആ പുരുഷൻ്റെ നേരെ സർവ്വലോകപാലനായ ആ ഭഗവാൻ ക്രോധിക്കും. അപ്പോൾ അവന് ഭഗവത് ക്രോധം നിമിത്തം ഭയം ജനിക്കും. അതിനാൽ ആത്മാഭയത്തെ ആഗ്രഹിക്കുന്നവൻ അന്യരിൽ ഭയത്തെ ജനിപ്പിക്കുന്ന ക്രോധത്തെ അംഗീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ സാരം. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമ്മൾക്ക് നോക്കാം. യേന ക്രോധേന വ്യാപ്താത് ആ ക്രോധം വ്യാപിച്ചിട്ടുള്ള പുരുഷന്മാരിൽ നിന്നും ലോകം ഉദ്വിജത്തെ ഭൃശം ആ ഭയത്തെ ആണ് പ്രതീക്ഷിക്കുന്നത്. അതോ ബുധ അതിനെ ആ ബുധന്മാരായിട്ടുള്ള വിവേകിയായിരിക്കുന്ന അതിന് ആ ബുദ്ധിമാന്മാരായിരിക്കുന്ന ആൾക്കാർ തദ്വശം ന ഗച്ഛേൽ അതിന് അടിമപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. യേന ക്രോധേന വ്യാപ്താത് പുരുഷാത് ലോകോ ഭൃശമുദ്വിജതേ അതോ ബുധസ്തദ്വശം ന ഗച്ഛേത്. ഒന്നും കൂടി പറയാം. യേന ക്രോധേന ഈ ക്രോധം കൊണ്ട് വ്യാപിച്ചിരിക്കുന്ന പുരുഷാത് ആ പുരുഷനിൽ നിന്ന് ലോകോ ഭൃശം ഉദ്വിജതേ ലോകത്തിന് ഭയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ബുധസ്തദ്വശം ആ ബുധന്മാരായിട്ടുള്ള വിവേകികൾക്ക് അതിന് വശപ്പെടാതെ ന ഗച്ഛേത് അതിൻ്റെ അടുത്തേക്ക് പോകരുത്, ക്രോധത്തിൻ്റെ അടുത്തേക്ക് ക്രോധിച്ച് പോകരുത് എന്നാണ് പറയുന്നത്. യേന ക്രോധേന വ്യാപ്താത് പുരുഷാത് ലോകോ ഭൃശമുദ്വിജത്തെ അതോ ബുധസ്തദ്വശം ന ഗച്ഛേത് എന്നാണ് അതിലത്തെ വ്യാഖ്യാനം പറയും. ഇപ്പോൾ അടുത്ത ശ്ലോകം 33. ഹേളനം ഗിരിശഭ്രാതുർ ധനദസ്യ ത്വയാ കൃതം യജ്ജഘ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃഘ്നാനിത്യം അർഷിമതഃ. എന്നുകൂടി പറയാം. ഹേളനം ഗിരിശഭ്രാതുർ ധനദസ്യ ത്വയാ കൃതം യജ്ജഘ്നിവാൻ പുണ്യജനാൻ ഇത്യർഷിമതഃ. ഇത്യമർഷിത എന്നാണ്. ഒന്നുകൂടി പറയാം. ഹേളനം ഗിരിശഭ്രാതുർ ധനദസ്യ ത്വയാ കൃതം യജ്ജഘ്നിവാൻ പുണ്യജനാൻ ഭ്രാതൃഘ്നാൻ അനിത്യമർഷിതഃ. അമർഷിത എന്ന് പറഞ്ഞാൽ കോപാവേശത്താൽ ആ സഹോദര ഭ്രാതാവിൻ്റെ ഘാതകരെന്ന് കരുതി ആ യക്ഷന്മാരെ നീ വധിച്ചവനായി ഏതു നിമിഷവും അത് നിമിത്തം നിന്നാൽ ചെയ്യപ്പെട്ടത് ആ ശിവൻ്റെ ഭ്രാതൃതുല്യനായിരിക്കുന്ന ആ കുബേരനെ അവഹേളനായിട്ടാണ് നീ ചെയ്തിരിക്കുന്നത്. കോപാവേശം കൊണ്ട് ആ സഹോദരൻ്റെ ഘാതകനെന്ന് കരുതിയിട്ട് ആ യക്ഷന്മാരെ നീ വധിച്ചു. എന്നാൽ ഏത് നിമിത്തം എന്തുകൊണ്ടാണ് നീ ഇത് ചെയ്യപ്പെട്ടത്? ആ ക്രോധം കൊണ്ടാണ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ശിവൻ്റെ ഭ്രാതാവായിരിക്കുന്ന ശിവൻ്റെ ഭ്രാതൃതുല്യനായിരിക്കുന്ന ആ കുബേരൻ്റെ അവഹേളനത്തിന് നീ ഹേതുവായി എന്നാണ് പറയുന്നത്. ഹേളനം ഗിരിശഭ്രാതുർ ധനദസ്യ ത്വയാ കൃതം യജ്ജഘ്നിവാൻ പുണ്യജനാൻ
ഭ്രാതൃഘ്നാനിത്യമർഷിത. ഘ്നാൻ ഇത്യമർഷിത. അപ്പോൾ അതിലത്തെ പദ്യങ്ങൾ നോക്കാം. അമർഷിത കോപാവേശത്താൽ, ഭ്രാതൃഘ്നാൻ ഇതി സഹോദര ഭ്രാതാവിൻ്റെ ഘാതകരെന്ന് കരുതി, പുണ്യജനാൻ യക്ഷന്മാരെ ജഘ്നിവാൻ നീ വധിച്ചവനായി, യത് ഏതു നിമിത്തം ത്വയാ നിന്നാൽ കൃതം ചെയ്യപ്പെട്ടത്, ഗിരിശഭ്രാതു ശിവൻ്റെ ഭ്രാതാവായിരിക്കുന്ന ഭ്രാതൃതുല്യനായിരിക്കുന്ന ധനദസ്യ കുബേരൻ്റെ ഹേളനം അവഹേളനമാണ്. എന്നുകൂടി പറയാം. അമർഷിത കോപാവേശത്താൽ, ഭ്രാതൃഘ്നാൻ ഇതി ആ സഹോദര ഭ്രാതാവിൻ്റെ ഘാതകരെന്ന് കരുതി, പുണ്യജനാൻ യക്ഷന്മാരെ ജഘ്നിവാൻ നീ വധിച്ചവനായി, യത് ഏതു നിമിത്തം ത്വയാ നിന്നാൽ കൃതം ചെയ്യപ്പെട്ടത്, ഗിരിശഭ്രാതു ശിവൻ്റെ ഭ്രാതാവായ ഭ്രാതൃതുല്യനായ ആ ധനദസ്യ കുബേരൻ്റെ ഹേളനം അവഹേളനം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് അമർഷിത ഭ്രാതൃഘ്നാൻ ഇതി പുണ്യജനാൻ ജഘ്നിവാൻ യത് ത്വയാ കൃതം ഗിരിശഭ്രാതു ധനദസ്യ ഹേളനം. എന്നുകൂടി പറയാം. അമർഷിത ഭ്രാതൃഘ്നാൻ ഇതി പുണ്യജനാൻ ജഘ്നിവാൻ യത് ത്വയാ കൃതം ഗിരിശഭ്രാതു ധനദസ്യ ഹേളനം. കോപാവേശം കൊണ്ട് ആ സഹോദരൻ്റെ ഘാതകരെന്ന് കരുതിയിട്ട് ആ യക്ഷന്മാരെ നീ വധിച്ചവനായി. അങ്ങനെ നിന്നാൽ ചെയ്യപ്പെട്ട ഇത് ആ ശിവഭ്രാതാവായിട്ടുള്ള ആ കുബേരൻ്റെ അവഹേളനം ആയിട്ട് തീർന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ ശ്രേയസ്സുകൾക്കും പരമവിരോധിയായിരിക്കുന്ന കോപത്തെ ആവോളം തത്വശ്രവണം ചെയ്തുകൊണ്ട് ആ ഔഷധം കൊണ്ട് ക്രമേണ രോഗത്തെ ശമിപ്പിക്കുന്ന പോലെ നശിപ്പിച്ചാലും കോപത്തിന് അധീനനായിരിക്കുന്ന മനുഷ്യനെ ലോകർ ഭയപ്പെടുന്നു. അപ്പോൾ ആത്മശ്രേയസ്സിനെ കാക്ഷിക്കുന്ന വിവേകി അപ്രകാരമുള്ള കോപത്തിന് അടിമപ്പെടരുത്. ശ്രീ പരമേശ്വരന് സഹോദരഭാവമുള്ള ആ യക്ഷപതിയായിരിക്കുന്ന കുബേരന് ഭവാൻ അപമാനത്തെ ചെയ്തു. കാരണം ഭവാന്റെ ആ ഭ്രാതാവിനെ നിഗ്രഹിച്ചവരെന്ന് കരുതി ആ അനേക യക്ഷന്മാരെ ഭവാൻ നിഗ്രഹിച്ചു. യക്ഷൻ ഉത്തമനെ നിഗ്രഹിച്ചത് ഭ്രാതാവായ തന്നോട് ചെയ്ത അപരാധമായിട്ട് ഗണിച്ചാണല്ലോ. ഈ പ്രതികാരം അങ്ങനെയാണ് ചെയ്തത്. നിരപരാധികളായിട്ടുള്ള കുബേരഭൃത്യന്മാരെ ഭവാൻ നിഗ്രഹിച്ചത് കുബേരൻ്റെ ഭ്രാതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പരമേശ്വരനോട് ചെയ്തിട്ടുള്ള അപരാധമായിട്ട് ഗണിക്കപ്പെടും എന്നാണ് ഭാവം. ഉത്തമനും ധ്രുവനും രണ്ട് അമ്മമാരുടെ മക്കളായാൽ സഹോദരന്മാരല്ല, ഭ്രാതാക്കൾ മാത്രമാണ്. ഭാഗവതത്തിൽ ഭ്രാതാവെന്നേ പ്രയോഗം ഉള്ളൂ. വ്യാഖ്യാനങ്ങളിൽ സഹോദരന്മാരെന്ന് കാണാറുണ്ട് പലപ്പോഴും. ഇതാണ് ഈ ശ്ലോകത്തിൽ പ്രണപതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറയണത് നോക്കാം. വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതോ ത്വയാ നിന്നാൽ ശിവസഖസ്യ ശിവൻ്റെ സഖാവായിരിക്കുന്ന കുബേരൻ്റെ അപമാനമാണ് കൃത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ത്വയാ ശിവസഖസ്യ അപമാനഃ കൃതഃ. ത്വയാ ശിവസഖസ്യ കുബേരസ്യാപമാനഃ കൃതഃ എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അങ്ങാൽ ആ ശിവസഖാവായിരിക്കുന്ന കുബേരന് ആ അപമാനത്തെ ചെയ്തിരിക്കുന്നു ഇതാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. തം പ്രസാദായ വത്സാശു സന്നത്യ പ്രശ്രയോക്തിഭിഃ ന യാവന്മഹതാം തേജഃ കുലം നോഭിഭവിഷ്യതി. തം പ്രസാദായ വത്സാശു സന്നത്യ പ്രശ്രയോക്തിഭിഃ ന യാവന്മഹതാം തേജഃ കുലം നോഭിഭവിഷ്യതി. അതായത് അല്ലയോ ഉണ്ണി, ആ മഹാത്മാക്കളുടെ ആ തേജസ് നമ്മുടെ വംശത്തെ നാശോന്മുഖമാക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇത്തരം ചീത്തപ്രവൃത്തികളിൽ മനം മടുത്തിട്ട് ആ മഹാത്മാക്കൾ നമ്മെ ശപിക്കും. മഹാത്മാക്കളുടെ തേജസ് നമ്മുടെ വംശത്തെ നാശോന്മുഖം ആക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ താഴ്ച കൊണ്ടും അഭിനന്ദനവാക്യങ്ങൾ കൊണ്ടും ഉടനെ തന്നെ പ്രസാദിപ്പിക്കുക. കുബേരനെ പ്രസാദിപ്പിക്കാനാണ് പറയുന്നത് അവിടെ. തം പ്രസാദായ ആ കുബേരനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വത്സാശു അല്ലയോ കുഞ്ഞെ സന്നത്യാ പ്രശ്രയോക്തിഭിഃ
അഭിനന്ദന വാക്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ പ്രസന്നനാക്കാൻ. യാവൻ മഹതാം തേജ, നമ്മളുടെ ആ മഹാത്മാക്കളുടെ തേജസ്സിനെ ഇല്ലാതെയാക്കുന്നതിന് മുമ്പായിട്ട് കുലം നോഭിഭവിഷ്യതി, അതുകൊണ്ട് കുലം നശിക്കും, അതിൻ്റെ മുമ്പ് അദ്ദേഹത്തെ വേഗം പ്രസാദിപ്പിക്കൂ എന്നാണ് പറയുന്നത്. തം പ്രസാദായ വത്സാശു സന്നത്യാ പ്രശ്രയോക്തിഭി യാവൻ മഹതാം തേജ കുലം നോഭിഭവിഷ്യതി. അതിലത്തെ പദങ്ങൾ ഹേ വത്സ, അല്ലയോ ഉണ്ണി, മഹതാം മഹാത്മാക്കളുടെ തേജസ്, ന കുലം നമ്മുടെ വംശത്തെ, യാവത് ന അഭിഭവിഷ്യതി നാശോന്മുഖം ആക്കുന്നതിന് മുൻപായിട്ട്, തം അദ്ദേഹത്തെ, സന്നത്യ താഴ്മ കൊണ്ടും, പ്രശ്രയോക്തിഭി അഭിനന്ദനവാക്യങ്ങൾ കൊണ്ടും, ആശു ഉടനെ, പ്രസാദിപ്പിക്കൂ. എന്നുകൂടി പറയാം. ഹേ വത്സ, അല്ലയോ ഉണ്ണി, മഹതാം മഹാത്മാക്കളുടെ തേജസ്, ന കുലം നമ്മുടെ വംശത്തെ, യാവത് ന അഭിഭവിഷ്യതി നാശോന്മുഖമാക്കുന്നതിന് മുൻപായിട്ട്, തം അദ്ദേഹത്തെ, സന്നത്യ താഴ്മ കൊണ്ടും, പ്രശ്രയോക്തിഭി അഭിനന്ദനവാക്യങ്ങൾ കൊണ്ടും, ആശു ഉടനെ, പ്രാസാദയ ആസ്വദിപ്പിക്കൂ. ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ വത്സ മഹതാം തേജ ന കുലം യാവത് ന അഭിഭവിഷ്യതി തം സന്നത്യ പ്രശ്രയോക്തിഭി ആശു പ്രസാദയ. എന്നുകൂടി പറയാം. ഹേ വത്സ മഹതാം തേജ ന കുലം യാവത് ന അഭിഭവിഷ്യതി തം സന്നത്യ പ്രശ്രയോക്തിഭി ആശു പ്രസാദയ. അല്ലയോ ഉണ്ണി, ആ മഹാത്മാക്കളുടെ ആ തേജസ് നമ്മുടെ വംശത്തെ ആ നാശോന്മുഖമാക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ആ താഴ്മ കൊണ്ടും അഭിനന്ദനവാക്യങ്ങൾ കൊണ്ടും ഉടനെ തന്നെ പ്രസാദിപ്പിക്കുക. അല്ലയോ വത്സ, ഭവാനാൽ ദ്രോഹിക്കപ്പെട്ട മഹാന്മാരുടെ തേജസ് നമ്മുടെ വംശത്തെ കെടുത്തുന്നതിന് മുൻപ് തന്നെ ആ ഭവാൻ വിനയപൂർവ്വം സദ്വാക്യങ്ങളെ കൊണ്ട് ആ കുബേരനെ സന്തോഷിപ്പിക്കൂ. തം എന്നത് ആ പരമേശ്വരനെ പറ്റിയും ആകാം. പക്ഷേ കുബേരനെ സന്തോഷിപ്പിച്ചാൽ പരമേശ്വരനും സന്തോഷിക്കും എന്നാണ് ഇവിടെ അർത്ഥോക്തി. അപ്പോൾ ശിവൻ്റെ സഹോദരനായിരിക്കുന്ന കുബേരൻ്റെ നേർക്ക് അങ്ങ് അപമാനകരമായിട്ട് പ്രവർത്തിച്ചു. എന്തെന്നാൽ ആ സഹോദരനെ നിഗ്രഹിച്ചവരാണെന്ന് കരുതി അങ്ങ് കോപിച്ച് അനേകം ഗുഹ്യകന്മാരെ കൊന്നു. വത്സ, ദ്രോഹിക്കപ്പെട്ട ആ മഹാപുരുഷന്മാരുടെ തേജസ് നമ്മുടെ കുലത്തെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ വിനയം കൊണ്ടും വിനീതവാക്കുകൾ കൊണ്ടും വേഗം ആ കുബേരനെ സന്തോഷിപ്പിക്കൂ. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർവ്വലോകഭയത്തിന് കാരണഭൂതനായി ഭവിച്ച ആ പുരുഷൻ്റെ നേരെ സർവ്വലോകപാലകനായിരിക്കുന്ന ഭഗവാൻ ക്രോധിക്കും. അപ്പോൾ അവനും ആ ഭഗവത് ക്രോധം നിമിത്തം ഭയം ജനിക്കും. അതിനാൽ ആത്മാഭയത്തെ ആഗ്രഹിക്കുന്നവൻ അന്യരിൽ ഭയത്തെ ജനിപ്പിക്കുന്ന ക്രോധത്തെ അംഗീകരിക്കണം. നീ ചെയ്യേണ്ടതായിട്ട് മറ്റൊരു സംഗതി കൂടെ ഉള്ളതിനെപ്പറ്റി പറയാം. നിൻ്റെ സഹോദരനെ വധിച്ചവർ ആണെന്ന വിചാരനിമിത്തമുണ്ടായിരിക്കുന്ന അക്ഷമയാൽ ആ പുണ്യജനങ്ങളെ നീ സംഹരിച്ചു. അവർ കുബേരൻ്റെ അനുചരന്മാരായതുകൊണ്ട് ഈ പ്രവൃത്തി കുബേരനോ അപമാനിച്ചതായിട്ട് കലാശിച്ചു. ആ കുബേരനോ സാമാന്യനല്ല, സാക്ഷാൽ ശ്രീ ശിവൻ ഭ്രാതാവിനെ എന്ന പോലെ കുബേരനെ സ്നേഹിച്ചും വരുന്നുണ്ട്. അതിനാൽ നിൻ്റെ പേരിൽ കുബേരനും തൽപക്ഷപാതിയായിരിക്കുന്ന ശിവനും കോപിക്കും. അവരുടെ ആ കോപാഗ്നി നമ്മുടെ കുലത്തെ തന്നെ നശിപ്പിക്കും. അതിനു മുമ്പേ തന്നെ നീ കുബേരനെ നമസ്കരിച്ചും വിനയപൂർവ്വം സ്തുതിച്ചും പ്രസാദിപ്പിക്കുക എന്നുള്ളത്. ഇനി 35-ാമത്തെ ശ്ലോകം. ഏവം സ്വായംഭുവ പൗത്രമനുശാസ്യ മനുർധ്രുവം തേനാഭിവന്ദിതസ്സാഗമൃഷിഭി സ്വപുരം യേയോ. മനു ആണ്, സ്വായംഭുവ മനുവാണ് ധ്രുവനെ ഇതൊക്കെ ഉപദേശിക്കുന്നത്. ഏവം സ്വായംഭുവ പൗത്രമനുശാസ്യ, ആ പൗത്രനായിരിക്കണ ധ്രുവനെ, ആ സ്വായംഭുവ മനു ധ്രുവനെ ഇത്രയൊക്കെ ഉപദേശിച്ചു. തേന അഭിവന്ദിത, എന്നിട്ട് അദ്ദേഹത്തെ ധ്രുവനെ വന്ദിച്ചിട്ട് സാഗം ഋഷിഭി, ആ ഋഷിമാരോടൊപ്പം സ്വപുരം തൻ്റെ ആ വാസസ്ഥാനത്തേക്ക് യയോ പോയി എന്നുള്ളതാണ് പറയണത്. സ്വായംഭുവമനു. ഏവം സ്വായംഭുവ പൗത്രമനുശാസ്യ മനുർധ്രുവം തേന അഭിവന്ദിതസ്സാഗം ഋഷിഭി സ്വപുരം യയോ. അപ്പം സ്വായംഭുവ മനു ഏവം ഇപ്രകാരം പൗത്രനായിരിക്കുന്ന ധ്രുവനെ അനുശാസ്യ ഉപദേശിച്ച് തേന
അദ്ദേഹത്താൽ ഋഷിഭി സാകം ഋഷിമാരോടൊപ്പം തന്നെ അഭിവന്ദിത നമസ്കൃതനായിട്ട് സ്വപുരം തൻ്റെ വാസസ്ഥാനത്തേക്ക് യയൗ പോയി. എന്നുകൂടി പറയാം. സ്വയംഭുവ മനു സ്വയംഭുവ മനു ഏവം ഇപ്രകാരം പൗത്രനായിരിക്കുന്ന ധ്രുവനെ അനുശാസ്യ ഉപദേശിച്ചിട്ട് തേന അദ്ദേഹത്താൽ ഋഷിഭി സാകം ഋഷിമാരോടൊപ്പം അഭിവന്ദിത നമസ്കൃതനായിട്ട് സ്വപുരം തൻ്റെ വാസസ്ഥാനത്തേക്ക് യയൗ പോയി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സ്വയംഭുവ മനു ഏവം പൗത്രം ധ്രുവം അനുശാസ്യ തേന ഋഷിഭി സാകം അഭിവന്ദിത സ്വപുരം യയൗ. എന്നുകൂടി പറയാം. സ്വയംഭുവ മനു ഏവം പൗത്രം ധ്രുവം അനുശാസ്യ തേന ഋഷിഭി സാകം അഭിവന്ദിത സ്വപുരം യയൗ. സ്വയംഭുവ മനു ഇപ്രകാരം ആ പൗത്രനായിരിക്കുന്ന ധ്രുവനെ ഉപദേശിച്ച് അദ്ദേഹത്താൽ ഋഷിമാരോടൊപ്പം നമസ്കൃതനായിട്ട് തൻ്റെ വാസസ്ഥാനത്തേക്ക് പോയി. സ്വയംഭുവന് ഇപ്രകാരം പൗത്രനായ ധ്രുവനെ ഉപദേശിച്ച് ആ ധ്രുവനാൽ നമസ്കരിക്കപ്പെട്ടവനായിട്ട് ഋഷിമാരോടും കൂടി തൻ്റെ സ്ഥാനത്തേക്ക് യാത്രയായി. സ്വയംഭുവമനു ഏത് ലോകമാണ് അന്തിമമായി പ്രാപിച്ചതെന്ന് തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞിട്ടില്ല. ഋഷിമാരോടുകൂടി വരികയും പോവുകയും ചെയ്തു എന്ന് മാത്രമേ ഈ അധ്യായത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആ സ്വയംഭുവ മനു പൗത്രനായിരിക്കുന്ന ധ്രുവനെ അനുശാസിച്ച് അദ്ദേഹത്താൽ വന്ദിതനായിട്ട് മുനിമാരോടും കൂടി തൻ്റെ പുരത്തിലേക്ക് പോയി. പ്രകാരം സ്വയംഭുവമനു പൗത്രനായ ധ്രുവനോട് ഉപദേശിച്ചപ്പോൾ അവൻ മനുവിനെ നമസ്കരിച്ചു. ഉടനെ ഋഷികളോടുകൂടി മനു സ്വരാജധാനിയെ പ്രാപിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ചതുർത്ഥ സ്കന്ധത്തിലെ 11 അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ 11 35 ശ്ലോകങ്ങളിൽ കൂടിയിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ആ സ്വയംഭുവ മനു ധ്രുവനെ ഉപദേശിക്കുന്നതും ധ്രുവൻ്റെ ധ്രുവൻ ചെയ്ത ആ ചീത്തപ്രവൃത്തിയിലെ ആ യുദ്ധം സമാപിച്ച ഉടനെ മനു ആ ധ്രുവനെ സാന്ത്വനിപ്പിക്കുകയും ധ്രുവനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും സമർപ്പണം നാളെ തന്നെ ചെയ്യണം. വൃത്തിയായിട്ട് യാതൊരു തെറ്റും കൂടാതെ ഈ 35 ശ്ലോകങ്ങളും വായിച്ച് ഭാഗവത സമർപ്പണത്തിൽ സമർപ്പിക്കണം. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.